കോളേജിൽ പോണത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ്. എന്താ കാര്യമൊക്കെ വഴിയെ പറഞ്ഞുതരാം. വേറെ സ്കൂളത്തെ കുട്ടികളൊക്കെ നമ്മുടെ കോളേജിലൊക്കെ വന്നായിരുന്നു. അതുവരെ എല്ലാം നോർമൽ ആയിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ഇന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സിന് ഫ്രഷേഴ്സ് കൊടുക്കും. അതിന്റെ ആദ്യ പടി എന്നോണം ഞങ്ങളുടെ മിസ് ഞങ്ങളെ കുറിച്ച് കുറച്ച് തള്ളി മറിച്ചു. ആ തള്ളലിൽ ഞങ്ങളും കുറച്ച് ലയിച്ചു പോയോ എന്നൊരു സംശയം. അങ്ങനെയൊന്നും തളരില്ല, ഇനി മുറച്ച ചുവടുകളുമായി മുന്നോട്ട് എന്ന് പറഞ്ഞ ഞങ്ങൾ പരിപാടി. അപ്പോഴാണ് അവിടേക്ക് ഒരു പഴക്കുല പ്രത്യക്ഷപ്പെട്ടത്. പിന്നൊന്നും പറയണ്ടല്ലോ, ഒരു പാവം പിടിച്ച വാഴയുടെ മകളായ പഴക്കുലയെ ഞങ്ങൾ അറഞ്ചും മുറഞ്ചും പിച്ചി ചീന്തി. ഇതൊന്നും കാണാനുള്ള ത്രാണില്ലാത്തോണ്ടാണ് അത്രേ കുല വെട്ടുമ്പോ തന്നെ വാഴനും വെട്ടുന്നത്. എന്തൊരു ട്രാജിക് സ്റ്റോറിയല്ലേ ഇത്. വല്ലതും കഴിക്കണം നമുക്കറിയാം. ഇത് പറഞ്ഞപ്പോഴാ ഇവനാണ് ഞങ്ങളുടെ ക്ലാസിന്റെ റിപ്പ്. അതിന്റെ അഹങ്കാരം തോന്നില്ല. പിന്നീട് പല തരത്തിലുള്ള മിഠായികൾ വന്നു. അതിൽ കൂടുതൽ ആൾക്കാരുടെ ഫേവറേറ്റ് ഏതാ? അതേ സാധനം കഴിച്ചിട്ട് പറയാം. ഇത് റെഡിയാക്കിയ ജൂനിയേഴ്സിന് വേണ്ടിയാണെങ്കിലും വാഴ നനയുമ്പോ ചീരയും കൂടി നനയണല്ലോ. അങ്ങനെ ചീര നനച്ചു കഴിഞ്ഞു. ഇനി ഗെയിംസിലേക്ക് കിടക്കാം. അങ്ങനെ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് ഞങ്ങളുടെ മിസ് ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാത്തവരെ അടുത്ത പരിപാടി ഹാർട്ട് കൈമാറലാണ്. അതായത് ഹാർട്ട് ഷേപ്പുള്ള ബലൂൺ കൈമാറി. ഇത് കിട്ടിയവരടുത്തും കൊടുത്തവരടുത്തും കോളേജ് സിംഗിൾ അസോസിയേഷൻകാർക്ക് ഒന്നേ പറയാനുള്ളൂ, സൂര്യ നമുക്ക് ഈ ബന്ധം വേണ്ടടാ. അതിനുശേഷം പല തരത്തിലുള്ള ഗെയിമുകളും ഉണ്ടായി. ക്യാമറ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. മറന്നിട്ടില്ല. എല്ലാവർക്കും ഉള്ളത് വഴിയേ വന്നോളൂ. ഇപ്പൊ കിട്ടിയവർ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇവരെന്താ കാണിക്കുന്നതെന്നും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്ന എല്ലാവരും. ഇന്നായ പിന്നെ ഭയങ്കര ത്രില്ല് കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം പിന്നെ വേണ്ടു. ആ സംശയത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. കിട്ടിയ ഹാർട്ട് ആരുടെയോ ഹൃദയമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു സൂചി ഉണ്ടാവും. അങ്ങനെ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷുകാർക്ക് ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷുകാർക്ക് ഒരു ഫ്രഷേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മളൊരു ഫോട്ടോ എടുത്ത് പിരിയും. എല്ലാരും കൂടെ ഒരുമിച്ച് ജായിന്റ് ആയ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പാടേ. എന്താ ഫ്രെയിം ചെയ്ത് വെക്കാം, ചില്ലിട്ട് വെക്കാം. അങ്ങനെ വന്നവർക്കും നിന്നവർക്കും കണ്ടവർക്കും പോയവർക്കും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പൊ ശരി, ഓക്കെ, ബൈ.